എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് 2D വിൻഡോനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ, ബേസിക് അതിലുള്ള ടൂളുകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഇതാണ് 2D വിൻഡോ എന്ന്. അതായത് ഫാബ്രിക് എന്നൊരു ടൂളുണ്ട്. ഇത് നമ്മൾ ഈ ഫാബ്രിക്കിൻ്റെ ടെക്സ്ചറുകൾ വന്നിട്ട് 2D പാറ്റേണിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. അടുത്തത് ഇത് മെഷാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വന്നിട്ട് ഇതിൻ്റെ ആ സ്ട്രക്ചർ അതിനെ കുറിക്കും. അത് ചെറുതാകെ ഫാബ്രിക് വളരെ സ്മൂത്താകും, വലുതാകെ വന്നിട്ട് കുറച്ച് ഹാർഡാവും. അതേപോലെ ഇത് വന്നിട്ട് നമുക്കൊരു എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുമല്ലോ. ഇപ്പോൾ ഈ ഒരു പാറ്റേണിൻ്റെ മേലെ ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും ഭാഗം വന്ന് ട്രാൻസ്പെറൻ്റ് ആയി കാണുന്നു എന്നുള്ളത് വന്നിട്ട് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂള്. അടുത്തതുള്ളത് ഗ്രെയിൻ ലൈൻ. ഈ ഗ്രെയിൻ ലൈൻ എന്താണെന്ന് ഞാൻ പാറ്റേൺ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ആ ഫാബ്രിക്കിൻ്റെ നിറ്റഡായി വരുന്ന ആ ഗ്രെയിൻ ലൈൻ, അതായത് ഹൊറിസോണ്ടൽ വേസ് എന്ന് പറയും, അത് തന്നെ. അതൊന്നും നമുക്ക് ആവശ്യമില്ല, അതൊക്കെ എപ്പോഴും നമുക്ക് ഹൈഡ് ചെയ്ത് തന്നെ വയ്ക്കാം. അടുത്ത് വന്നിട്ട് കളേഴ്സ്, സ്നാപ്പ്, ലിങ്ക്, ഫോൾഡ്, ഇതൊക്കെ എന്താ പറയുക, നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് പോവാം. അടുത്ത ഇതിൽ നമുക്ക് വേണമെങ്കിൽ പാറ്റേണിൻ്റെ നെയിം എന്തെങ്കിലും, അസറ്റ് ടൂൾസ്, അനോട്ടേഷൻ. ഇപ്പം നമുക്ക് പാറ്റേൺ എന്തെങ്കിലും നെയിം എഴുതണമെങ്കിൽ എഴുതാം. അത് ഓക്കെ, പാറ്റേൺ നെയിം വിസിബിൾ ആക്കാം, അനോട്ടേഷൻ ഹൈഡ് ആൻഡ് വിസിബിൾ ആക്കാം. അതായത് ഇൻറ്റേർണൽ ലൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ വന്നിട്ട് ഞാനിവിടെ ഒരു ലൈൻ ഇടുകയാണ്, ലൈൻ ഇട്ടു. ഇപ്പോൾ ആ ലൈൻ വന്നിട്ട് നമുക്ക് ഷോ ആകണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ടോ, ഇത് ബേസ് ലൈൻ ഷോ ആക്കാൻ വേണ്ടിയിട്ട് ഇത് വന്നിട്ട് നമ്മുടെ സ്വിങ് ലൈന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഏത് ഭാഗത്തേക്ക് ഏതൊക്കെ പാർട്ട് എങ്ങനെയൊക്കെ തയ്ച്ചിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് എക്സാമ്പിളിന് ഇപ്പോൾ ഇത് ഷോൾഡർ ആണെങ്കിൽ ഈ ഷോൾഡറുമാണ് ജോയിൻ്റ് ആയിരിക്കുന്നത്, അത് അങ്ങോട്ടുള്ള ആ ലൈനിൽ. ഇത് വന്നിട്ട് നമുക്ക് CM അലവൻസ് വന്നിട്ട് അതിന് എന്തോരം CM അലവൻസ് കൊടുത്തിട്ടുണ്ടോ അത് ഷോ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ഇത് ഗ്രേഡിങ് ഉണ്ടെങ്കിൽ ഗ്രേഡിങ് കാണാം. പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് ഈ എഡ്ജ് ലെങ്ത്, ഓരോ മെയിൻ പോയിൻ്റ് ടു മെയിൻ പോയിൻ്റ് ഉള്ള മെഷർമെൻറ്റ് വന്നിട്ട് നമുക്ക് 2D വിൻഡോയിൽ വിസിബിൾ ആകാൻ വേണ്ടിയിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വിസിബിൾ ആവും. ഇത് വന്നിട്ട് റൂളർ, നമുക്ക് വന്നിട്ട് എന്താ പറയുക, സ്കെയിൽ പോലെ സൈഡിൽ കണ്ടോ, അതാണ് റൂളർ. പിന്നെ ഉള്ളത് ഈ വിൻഡോയിൽ റൈറ്റ് ക്ലിക്കാണ്. റൈറ്റ് ക്ലിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അൺസിവൻ, അതായത് തയ്ക്കാത്ത പാറ്റേൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതേപോലെ ഈ കർവ് പോയിൻ്റുകൾ കുറേ ഉണ്ടാവും, അതൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രക്ചർ റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ രണ്ടാമത് കൊടുത്തു, അത് വിൻഡോയിൽ വിസിബിൾ ആയില്ല എന്ന് പോകുന്ന സമയത്ത് വന്നിട്ട് അത് നമുക്ക് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വരും. അതേപോലെ ഇത് ബേസ് ലൈനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ വന്നിട്ട് ഇപ്പോൾ ഞാൻ ഈ ബേസ് ലൈൻ റിമൂവ് ചെയ്യാൻ, ബേസ് ലൈൻ നല്ലത്, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനത് ബേസ് ലൈനായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് അതിൽ പോയി ഹൈഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബേസ് ലൈൻ ഹൈഡാവും. അതാണ് അത്. പിന്നെ ഉള്ളത് റീസെറ്റ്, പഴയ രൂപത്തിൽ വന്നിരിക്കും. നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ രൂപത്തിൽ വന്നിരിക്കും. എന്തെങ്കിലും 3D എലമെൻ്റ് ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പറ്റും. അങ്ങനെ
ഇത്രയേ ഉള്ളൂ 2D വിൻഡോയെക്കുറിച്ച് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചാനൽ വന്ന് ട്യൂണിങ്ങിൽ തന്നെ വെക്കുക. ദിവസവും ഇതേപോലെ ഓരോരോ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ മറക്കാണ്ട് കാണുക. ടെക്സ്റ്റൈൽസ് ഫീൽഡിൽ വന്നിട്ട് നിങ്ങളുടെ ഈ 3D നോളജ് നല്ലോണം വളർത്തിയെടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.